പ്ലസ് ടു കോമേഴ്സ് ഫാമിലി. അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കുറച്ച് 1 മാർക്ക് MCQ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മിക്കവരും നോക്കാതെ വിടുന്ന ഒരു പോർഷനാണ് ഈ MCQ പാർട്ട് ക്വസ്റ്റ്യൻ. കാരണം അതിൽ 10 മാർക്ക് തന്നെ നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ എന്നാലും നിങ്ങൾ ഫുൾ ഇമ്പോർട്ടൻസ് നമ്മുടെ SAയ്ക്കും 3 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻസിനൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ 1 മാർക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയാലോ? അടിപൊളി കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓക്കെ, വിച്ച് among the following is not an organizational objective of management? ഇവിടെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആണോ, പ്രൊട്ടക്റ്റിംഗ് എൻവയൺമെന്റ് ആണോ, സർവൈവൽ ആണോ, ഗ്രോത്ത് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് വിച്ച് ഇസ് നോട്ട് ആൻ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് നോട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ വരുന്നത് പ്രൊട്ടക്റ്റിംഗ് എൻവയൺമെന്റ് ആണ്. പ്രോഫിറ്റും സർവൈവലും ഗ്രോത്തും അതിൽ ഉൾപ്പെടുന്ന കാര്യമാണ് അല്ലേ. അടുത്തതാണ് ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ റിലേറ്റ്സ് ടു എൻവയൺമെന്റ് ഓഫ് ബിസിനസ്. അപ്പം ഇതിൻ്റെ അകത്ത് ഏത് എൻവയൺമെന്റിലാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോഷ്യൽ ആണോ, ടെക്നോളജിക്കൽ ആണോ, പൊളിറ്റിക്കൽ ആണോ, എക്കണോമിക് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ചേഞ്ച് ഇൻ ലൈഫ് സ്റ്റൈൽ, നമ്മുടെ ആ ഒരു രീതികളൊക്കെ മാറുവാണ് അല്ലേ. അപ്പം നമുക്ക് പറയാം സോഷ്യൽ എൻവയൺമെന്റ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ ഓരോ ആൻസേഴ്സ് പറയുമ്പോഴും എൻ്റെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ആൻസേഴ്സ് വരുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അടുത്തതാണ് കംപ്ലീറ്റ് ദ സീരീസ്. ഇത് നമുക്ക് വേണമെങ്കിൽ ഒരു 2 മാർക്സിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ചിലപ്പം 2 മാർക്സിന് നമുക്ക് എന്തോ ആ സംഭവം എന്ന് തരാതെ ഈ 2 ബോക്സ് മാത്രം ബ്ലാങ്ക് ആയിട്ട് തരുവാണെങ്കിൽ 2 മാർക്സ്, അല്ലെങ്കിൽ 1 മാർക്കിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫോർമേഷൻ ഇസ് ബേസ്ഡ് ഓൺ ഫങ്ഷൻസ്. ഫങ്ഷണൽ സ്ട്രക്ചർ ആണെങ്കിൽ ഫോർമേഷൻ ഇസ് ബേസ്ഡ് ഓൺ പ്രൊഡക്റ്റ് ലൈൻ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ ഫങ്ഷണൽ സ്ട്രക്ചറും ഡിവിഷണൽ സ്ട്രക്ചറും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് ഡിവിഷണൽ സ്ട്രക്ചർ? ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞാൽ 1 മാർക്ക് കിട്ടി മക്കളെ. ഓക്കെ, അടുത്തതാണ് പോളിസി ഫോർമുലേഷൻ ഇസ് ദ ഫങ്ഷൻ ഓഫ് ഡാഷ് ലെവൽ ഓഫ് മാനേജ്മെന്റ്. അപ്പം നമ്മൾ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെങ്കിലും പഠിച്ചിട്ട് പോകണം. 3 മാർക്കിനും 4 മാർക്കിനും 1 മാർക്കിനും ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. അതുകൊണ്ട് ആ ഒരു പോർഷൻ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിച്ചിട്ട് പോകണം. ഇതിൻ്റെ അകത്ത് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്ന ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് 4 എണ്ണം ഉണ്ട്. ടോപ്പ് ലെവലുണ്ട്, ലോവർ ലെവലുണ്ട്, മിഡിൽ ലെവലുണ്ട്, ഓൾ ഓഫ് ദീസ് ഉണ്ട്. ഇതിൻ്റെ അകത്ത് പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ആൾക്കാരാണ്. പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് നമ്മുടെ മിഡിൽ ലെവൽ. അതിൻ്റെ താഴെ ആൾക്കാർ നമ്മൾ ലോവർ ലെവലിലുള്ള അല്ലെങ്കിൽ ഓപ്പറേഷൻ ലെവൽ മാനേജ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ടോപ്പ് ലെവൽ മാനേജ്മെന്റുകാരാണ് നമ്മുടെ പോളിസി ഫോർമുലേറ്റ് ചെയ്യുന്നത്. മറക്കത്തില്ലല്ലോ. അടുത്തതാണ് ഗ്രാൻഡിങ് ഓഫ് അതോറിറ്റി ടു സബോർഡിനേറ്റ്സ് ടു ഓപ്പറേറ്റ് വിതിൻ ദ പ്രിസ്ക്രൈബ്ഡ് ലിമിറ്റ്. ഒരു ലിമിറ്റ് വെച്ചിട്ട് എന്താണ് താഴെയുള്ള സബോർഡിനേറ്റ്സിനും ചെയ്യാൻ വേണ്ടിയുള്ള ഒരു അതോറിറ്റി ഗ്രാൻഡ് ചെയ്യുന്ന ആൾക്കാർ ആര്? ഡെലിഗേഷൻ ആണോ, കോർഡിനേഷൻ ആണോ, ഡയറക്റ്റിംഗ് ആണോ, സ്റ്റാഫിംഗ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഡെലിഗേഷൻ്റെ ഒരു മീനിങ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഉറപ്പായിട്ട് പറയാം ഡെലിഗേഷൻ ആണ് എൻ്റെ ആൻസർ അല്ലെ. ഗ്രാൻഡിങ് ഓഫ് അതോറിറ്റി ടു സബോർഡിനേറ്റ് ടു ഓപ്പറേറ്റ് വിതിൻ ദ പ്രിസ്ക്രൈബ് ലിമിറ്റ് ഇസ് കോൾഡ് എന്താണ്? ഡെലിഗേഷൻ. അപ്പം നിങ്ങൾ നോക്കുക, ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി അല്ലെങ്കിൽ ഡെലിഗേഷനെ പറ്റി എന്തെങ്കിലും 2 മാർക്സിന് ക്വസ്റ്റ്യൻ ഒക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സെയിം സാധനം 1 മാർക്കിന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തന്നെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എൻ്റെ കുഞ്ഞുങ്ങൾ ഇതൊന്ന് പഠിച്ചു വെക്കുക. അടുത്തതാണ് ദി obligation of a subordinate to perform the assigned duty properly is called dash. അപ്പോൾ ഇതിൻ്റെ അകത്ത് റെസ്പോൺസിബിലിറ്റി ആണോ, അതോറിറ്റി ആണോ, ഡീസെൻട്രലൈസേഷൻ ആണോ, അക്കൗണ്ടബിലിറ്റി ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, ഈ റെസ്പോൺസിബിലിറ്റി, അതോറിറ്റി, അക്കൗണ്ടബിലിറ്റി ഒക്കെ ഒറ്റ ഇതിൽ വരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിൽ ഏതോ ഒരാളാണ്. അപ്പം ഒബ്ലിഗേഷൻ ഓഫ് സബോർഡിനേറ്റ് ടു പെർഫോം ദി അസൈൻ ഡ്യൂട്ടി, തന്നിരിക്കുന്ന ഡ്യൂട്ടി വൃത്തിക്ക് ചെയ്തു കൊടുക്കണം. അതിന് നമുക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയാനായിട്ട് പറ്റും അല്ലേ. നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന സാധനം നമ്മൾ വൃത്തിക്ക് ചെയ്തു കൊടുക്കണം, അതിന് നമുക്ക് റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. ദ പ്രോസസ് ഓഫ് കൺവേർട്ടിംഗ് ദ മെസ്സേജ് ഇൻടു കമ്മ്യൂണിക്കേഷൻ സിമ്പിൾ. ഓക്കെ, മെസ്സേജിനെ കമ്മ്യൂണിക്കേഷൻ സിമ്പിൾ ആക്കി മാറ്റുന്നതിനെ നമ്മൾ എന്ത് പറയുന്നു? മീഡിയ എന്നാണോ, എൻകോഡിംഗ് എന്നാണോ, ഫീഡ്ബാക്ക് എന്നാണോ, ഡീകോഡിംഗ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ഓപ്ഷൻ ബി എൻകോഡിംഗ് ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, ഓപ്ഷൻ ബി ആണ് എൻ്റെ ആൻസർ. എല്ലാവരുടെ മനസ്സിൽ ആൻസർ വന്നോ? അതോ ഇതെന്താണ്, ഇത് എന്ത് സാധനമാണെന്ന് ഓർത്താണോ ഇരിക്കുന്നത്? ഇതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നിങ്ങളുടെ മൈൻഡിൽ വരേണ്ടിയ സമയം കഴിഞ്ഞു. എക്സാംസ് ഇതാ ഉടനെ എത്തും. ഓക്കെ, ദി ഹയസ്റ്റ് ലെവൽ ഓഫ് നീഡ് ഇൻ മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി. അപ്പം ഇതിനകത്ത് തന്നിട്ടുണ്ട് ലെവൽ ഓഫ് നീഡ്, മാസ്ലോസ് നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുമ്പോഴേ ഒരു എന്താണ് ട്രയാങ്കിൾ വരച്ച് അതിൻ്റെ അകത്ത് 5 ആയിട്ട് ഡിവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഓരോന്നിനും ഓരോ ലെവലായിട്ട് തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുക, ഓർഡറിൽ തന്നെ പഠിക്കുക. പടം വരയ്ക്കുമ്പോഴും ഓർഡറിൽ തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിക്കാനല്ല, അങ്ങനെ വരച്ചാലേ മാർക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ അകത്ത് ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് ഒക്കെ ഏറ്റവും താഴെ വരുന്ന ആൾക്കാരാണ്. ഇതിൽ വരുന്ന ഹയസ്റ്റ് ലെവലിൽ ഇരിക്കുന്നത്, അതായത് ഏറ്റവും ടോപ്പ് മോസ്റ്റിൽ വരുന്നത് എന്ത് എന്നാണ് ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക് ഫിസിയോളജിക്കൽ നീഡ്സ് ആണോ? അല്ല. സെൽഫ് ആക്ച്വലൈസേഷൻ ആണോ, എസ്റ്റീം നീഡ്സ് ആണോ, സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സ് ആണോ? അപ്പം ഇതിൻ്റെ അകത്ത് നമുക്കറിയാം ഏറ്റവും അവസാനം നമ്മൾ എന്തൊക്കെ അക്കംപ്ലിഷ് ചെയ്തു എന്നുള്ളൊരു തോന്നൽ വരുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ആണ്. ഓക്കെ, അപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് അവസാനം നമുക്ക് വരുന്നത്. അത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ എഴുതുക, 1 മാർക്ക് കിട്ടി.
Okay, choose the correct equation relating to working capital. Working capital ne relate നിങ്ങൾക്ക് ഒട്ടും എന്താണ് പഠിച്ചാൽ തല കയറുന്നില്ല എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ അകത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതെന്താണെങ്കിലും മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്നതാണ് കേട്ടോ. ചൂസ് ദ കറക്റ്റ് ഇക്വേഷൻ റിലേറ്റഡ് ടു വർക്കിംഗ് ക്യാപിറ്റലിനെ റിലേറ്റ് ചെയ്തുള്ള ഒരു ഇക്വേഷൻ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. കറണ്ട് അസെറ്റ് പ്ലസ് ഫിക്സഡ് അസെറ്റ് ആണോ, കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണോ, കറണ്ട് അസെറ്റ് മൈനസ് ഫിക്സഡ് ലയബിലിറ്റി ആണോ, കറണ്ട് അസെറ്റ് പ്ലസ് കറണ്ട് ലയബിലിറ്റി ആണോ? ഇതിനകത്ത് നമുക്കറിയാം അല്ലേ, ബാക്കിയൊന്നുമല്ല, കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഫോർമുല. ഓക്കെ, യെസ്. അടുത്താണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ. അപ്പം ഇതിനകത്ത് നമ്മൾ പഠിച്ച ആ ഒരു ചാപ്റ്ററിനകത്തുനിന്ന് തന്നെ നമ്മൾ പഠിച്ചതാണ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എന്ത് വരും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമുക്കറിയാം വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ് അല്ലേ, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ്. ഓക്കെ, ഇപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് ആണ്. മറ്റേത് നമ്മുടെ ലോങ് ടേം വരുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ആണ്. ഓക്കെ, അടുത്തതാണ് സൂപ്പർവൈസർ ബിലോങ് ടു ഡാഷ് ഓഫ് മാനേജ്മെന്റ്. ഇതിൻ്റെ അകത്ത് ഏത് ലെവലിലാണ് സൂപ്പർവൈസർ ബിലോങ് ചെയ്യുന്നത്? അപ്പം മിസ് നേരത്തെയും പറഞ്ഞു ലെവൽസ് ഓഫ് മാനേജ്മെന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാതെ പോകരുത്. അപ്പം ഏത് ലെവലാണ് സൂപ്പർവൈസ് ചെയ്യുന്ന ആൾക്കാർ, ഏത് ലെവൽ ഓഫ് മാനേജ്മെന്റ് ആണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടോപ്പ് ലെവലിലുള്ള ആൾക്കാരാണോ? അല്ല, അവർ പോളിസി ഫോർമുലേഷൻ്റെ ആൾക്കാരാണ് നമ്മൾ പഠിച്ചത് അല്ലേ. മിഡിൽ ലെവലിലെ ആൾക്കാരാണോ, ലോവർ ലെവലിലെ ആൾക്കാരാണോ? ഈ അപ്പർ ലെവലും ടോപ്പ് ലെവലും എല്ലാം സെയിം ആണ്. അപ്പം ഇതിൻ്റെ അകത്ത് സൂപ്പർവൈസ് ചെയ്യുന്ന, അതായത് സബോർഡിനേറ്റ്സിനെ അതിൻ്റെ താഴെയുള്ള ആൾക്കാരൊക്കെ സൂപ്പർവൈസ് ചെയ്ത് നോക്കി നടത്തുന്ന ആൾക്കാർ നമ്മുടെ ലോവർ ലെവൽ ഓഫ് മാനേജ്മെന്റിലാണ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഓപ്പറേഷണൽ മാനേജ്മെന്റ് എന്ന് നമ്മൾ പറയും. ഓക്കെ, പിന്നെ LPGയിൽ 2 സംഭവം മിസ്സാക്കി തരും. അതായത് LPG എന്ന് പറയുന്ന 3 വാക്കിൽ 2 വേറെ വാക്കുകൾ തരത്തില്ല. അതായത് ലിബറലൈസേഷൻ, L ഫോർ ലിബറലൈസേഷൻ ആണെന്ന് പറയും. PG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിക്കും. എന്താണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ എന്ന് നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ട് പഠിച്ച സാധനമാണ്. അപ്പോൾ എന്താണ് privatization, globalization. Okay, പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷൻ. ഇപ്പോൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഓർത്ത് വെക്കുക. 2 മാർക്കിന് അല്ലെങ്കിൽ 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ അങ്ങനെ വരാം. ഓക്കെ, അടുത്തതാണ് ദിസ് ഫംഗ്ഷൻ ഓഫ് മാനേജ്മെന്റ് റിലേറ്റഡ് ടു പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ജോബ്. കൃത്യമായിട്ടുള്ള ഒരാളെ സെലക്ട് ചെയ്ത് ആ കൃത്യമായിട്ടുള്ള ഒരു ജോലി കൊടുക്കുന്നതിനെ നമ്മൾ എന്തോ പറയും? എന്താണ്? ഓർഗനൈസിങ് ആണോ, സ്റ്റാഫിംഗ് ആണോ, പ്ലാനിങ് ആണോ, കൺട്രോളിംഗ് ആണോ, എന്താണ്? ഇതിനകത്ത് നമ്മൾ ഓരോ സ്ഥലത്തും പോകുമ്പോഴത്തേക്കും നമ്മൾ അവിടുത്തെ സ്റ്റാഫുകൾ എവിടെയെന്നാണ് ചോദിക്കുന്നത് അല്ലേ. അപ്പോൾ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ജോലി കൃത്യമായിട്ട് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരായിരിക്കണം അല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കറിയാം എന്താണ് മാനേജ്മെന്റ് റിലേറ്റഡ് ടു പ്ലേസിംഗ് ദ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ജോബ്. അതിനെ നമുക്ക് സ്റ്റാഫിംഗ് എന്ന് പറയാനായിട്ട് സാധിക്കും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഫീച്ചർ ഓഫ് ഡീമോണിറ്റൈസേഷൻ? ഇതിൻ്റെ അകത്ത് ഡീമോണിറ്റൈസേഷൻ്റെ ഫീച്ചർ എന്തെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫീച്ചറും നിങ്ങൾ പഠിക്കുവാണ്. ഒരു 4 പോയിന്റ് അല്ലെങ്കിൽ 3 പോയിന്റ് നിങ്ങൾ പഠിക്കുവാണെങ്കിൽ 3 മാർക്കിന് വന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇത് തന്നെ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട് ടാക്സ് അഡ്മിനിസ്ട്രേഷൻ മെഷർ ആണോ, ചാനലൈസിങ് സേവിങ്സ് ഇൻ ടു ദ ഫോർമൽ ഫിനാൻഷ്യൽ സിസ്റ്റം ആണോ, ഡെവലപ്മെന്റ് ഓഫ് ക്യാഷ്ലെസ് എക്കോണമിയിലോട്ട് മാറ്റുകയാണോ ചെയ്യുന്നത്? എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഡിമോണിറ്റൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് 3 എണ്ണവുമാണ് അല്ലേ. ടാക്സ് അഡ്മിനിസ്ട്രേഷൻ മെഷർ ആവാം, അതുപോലെ തന്നെ ചാനലൈസിങ് സേവിങ്സ് ഇൻ ടു ഫോർമൽ ഫിനാൻഷ്യൽ സിസ്റ്റത്തിലോട്ട് മാറ്റാം, പിന്നെ അതുപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് ലെസ് ക്യാഷ് എക്കോണമിയിലോട്ട് മാറ്റാം അല്ലേ. അപ്പം ഓൾ ഓഫ് ദി അബവ് ആണ് ഇതിൻ്റെ ആൻസർ. എല്ലാത്തടത്തും ടിക്കറ്റ് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ മനസ്സിലാവും മിസ്സേ അല്ലേ. അപ്പം നമ്മൾ എന്താണ് ഓൾ ഓഫ് ദി അബവ് നമ്മൾ ടിക്ക് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? 1 മാർക്കാണ് മക്കളെ, ഇതിനൊക്കെ 1 മാർക്കാണ്. ഇതൊക്കെ വായിക്കുമ്പോഴത്തേക്ക് ഇതൊന്നും എനിക്കറിയത്തില്ലല്ലോ എന്നൊന്നും വിചാരിച്ചിരിക്കല്ല. നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ മതി. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിനകത്ത്. വെൻ ഡെസിഷൻ മേക്കിംഗ് അതോറിറ്റി ഇസ് റീറ്റെയിൻഡ് ആൻഡ് ഓർഗനൈസേഷൻ ഇസ് സെറ്റ് ടു ബി ദി ഹയർ മാനേജ്മെന്റ് ലെവൽ. അപ്പം ഇതിൻ്റെ അകത്ത് ഏതാണ് ചോദിച്ചിരിക്കുന്നത്? ഡീസെൻട്രലൈസേഷൻ ആണോ, സെൻട്രലൈസ്ഡ് ആണോ, ഫ്രാഗ്മെന്റഡ് ആണോ, നൺ ഓഫ് ദി അബവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനകത്ത് അതോറിറ്റി ഇസ് റീറ്റെയിൻഡ് ആൻഡ് ഓർഗനൈസേഷൻ is set to be by the higher management level. അതായത് ഹയർ അതോറിറ്റിയിൽ മാത്രമായിട്ട് ഈ ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങളൊക്കെ ഒതുങ്ങുന്നതിനെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? സെൻട്രലൈസ്ഡ് ആയിരിക്കും അല്ലെ. സെൻട്രലൈസ്ഡ് ആണ്. അപ്പം അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, സെൻട്രലൈസ്ഡ് ആണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്താണ് അക്കൗണ്ടബിലിറ്റി ഇസ് ഡിറൈവ്ഡ് ഫ്രം ഡാഷ്. അപ്പം ഇതിൻ്റെ അകത്ത് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതോറിറ്റി ആണോ, ഫോർമൽ റെസ്പോൺസിബിലിറ്റി ആണോ, ഫോർമൽ പൊസിഷൻ ആണോ, റെസ്പോൺസിബിലിറ്റി ആണോ, ഓൾ ഓഫ് ദി അബവ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് റെസ്പോൺസിബിലിറ്റി ഉണ്ടെങ്കിൽ അവിടെ താനെ അക്കൗണ്ടബിലിറ്റി വരും അല്ലേ. നമ്മളെ ഒരു കാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ സാധനം ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം നമ്മളായിരിക്കും. അതിനെയാണ് അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ റെസ്പോൺസിബിലിറ്റി, അക്കൗണ്ടബിലിറ്റി ഇസ് ഡിറൈവ് ഫ്രം റെസ്പോൺസിബിലിറ്റി എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അടുത്തതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് വേ
ഹെൽപ്സ് ഇൻ ഇംപ്രൂവിങ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ്. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. എൻഷുറിങ് പ്രോപ്പർ ഫീഡ്ബാക്ക്, നല്ലൊരു കാര്യം അല്ലേ, ഫീഡ്ബാക്ക് നമുക്ക് ആവശ്യമാണ്. ബീങ് എ ഗുഡ് ലിസണർ, നല്ലൊരു കേൾവിക്കാരനായിട്ടിരിക്കുക, അതും വളരെ നല്ലൊരു കാര്യമാണ്. എൻഷുറിങ് ദ ഫോളോ അപ്പ് പേഷ്യൻസ്, അപ്പോൾ അതായത് നമ്മൾ ഒരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക, അതെന്തായി, നിങ്ങൾക്കത് മനസ്സിലായോ എന്ന കാര്യങ്ങൾ ചോദിക്കുന്നത് നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ 3 നല്ല കാര്യമായതുകൊണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ഇത് ഓൾ ഓഫ് ദി അബവ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത് അല്ലേ. കാരണം എന്താണ്, എൻഷുറിങ് പ്രോപ്പർ ഫീഡ്ബാക്ക്, ബീങ് എ ഗുഡ് ലിസണർ, എൻഷുറിങ് ഫോളോ അപ്പ് പേഷ്യൻസും കാര്യങ്ങളൊക്കെ വരുന്നത് ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് നമ്മുടെ എന്താണ് കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ്നെസ്സിൻ്റെ കേസിൽ വരുന്നത്. അതായത് നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് വരുന്ന ഒരു 3 പോയിന്റാണ് തന്നിരിക്കുന്നത്. അത് പഠിച്ചു വെച്ചോ, 3 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അടുത്തതാണ്, it is essentially the preparation of financial blueprint of organizations' future operations. Identify the related concept എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും ആൻസർ വരുന്നത്? ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണോ, ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണോ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ആണോ, ഡിവിഡൻഡ് ഡിസിഷൻ ആണോ എന്ന കാര്യം എൻ്റെ കുഞ്ഞുങ്ങൾ ആൻസർ ചെയ്യുക. ഇത് നിങ്ങൾക്കുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പം നിങ്ങൾ എന്താണെങ്കിലും ഇതിൻ്റെ ആൻസർ നിങ്ങൾ എഴുതുക. നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അറിയില്ല എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താലും മതി, മിസ് അതിൻ്റെ ആൻസർ ടൈപ്പ് ചെയ്തിടുന്നതായിരിക്കും. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് അറിയാൻ വയ്യാത്തായിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് എക്സാം ആണ്, നിങ്ങളെ ഇഷ്ടംപോലെ ഇരുത്തി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെന്താണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള ഒരു സംഭവമാണ്. വേണമെങ്കിൽ ഒരു ഓപ്ഷൻ മിസ് കട്ട് ചെയ്ത് തരാം. എന്താണെങ്കിലും ഡിവിഡൻഡ് ഡിസിഷൻ അല്ല. ഈ 3 എണ്ണത്തിൻ്റെ അകത്ത് ഒരാളാണ്. ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണോ, ഫിനാൻഷ്യൽ പ്ലാനിംഗ് ആണോ, ക്യാപിറ്റൽ ബഡ്ജറ്റിംഗ് ഡിസിഷൻ ആണോ, ഈ 3 എണ്ണത്തിൻ്റെ അകത്ത് ഏതോ ഒരാളാണ് ഒളിച്ചിരിക്കുന്നത്. അപ്പം ആ ആൾ ആരെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. മനസ്സിലാക്കി നിങ്ങളുടെ മനസ്സിൽ വെച്ചാൽ പോരാ, ബാക്കിയുള്ള ഈ വീഡിയോ കാണുന്നവരുടെ അറിവില്ലാത്തവരാരെങ്കിലും അല്ലെങ്കിൽ ഇത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സ് നോക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള ആൻസർ കാണണം. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അറിയത്തില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ ഇതൊരു കുറവായിട്ട് കാണണ്ട, ജസ്റ്റ് അത് ആ ഒരു ഭാഗം നിങ്ങൾ വായിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് അറിയാത്തവർക്കും കൂടെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം, ആൻസർ അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇതുപോലെ കുറേ വീഡിയോസ് വരുന്നുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ താങ്ക് യു സോ മച്ച്. അടിപൊളിയായിട്ട് എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുക, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, അതെല്ലാം എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോഴത്തേക്ക് എഴുതാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഇനി ഇതുപോലെ തന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ നിങ്ങൾ ലൈവുകളിലൊക്കെ അറ്റൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളും തന്നെ ഒന്ന് റിവൈസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പം ഓൾ ദി വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാം എഴുതുക.